ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്നും ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നും ഒന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ്? ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്കണോമിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടതും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളായിട്ട് പല കണ്ടക്സ്റ്റിൽ നമ്മൾ പല ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നോർമലി ഇൻട്രസ്റ്റ് റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം കുറച്ച് എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്കണോമിയിലുള്ള എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ എക്കണോമിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻഫ്ലേഷൻ, എക്കണോമിയിലുള്ള ഇൻഫ്ലേഷൻ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് മാറും. ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ ആ ഒരു എക്കണോമിയിലുള്ള നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. നമുക്കറിയാം, നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. റിയൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കൂടെ ഇൻഫ്ലേഷൻ കൂടെ കൂടിയതാണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ മാറിയാൽ ഇൻട്രസ്റ്റ് റേറ്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി ഗവൺമെന്റിന്റെ പോളിസീസ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു മോണിറ്ററി പോളിസി എന്ന് പറയുന്ന പോളിസി ഉണ്ട്, എക്കണോമിക് പോളിസി. അതിലൂടെ അവരെന്ത് ചെയ്യുന്നു, ഒരു എക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക, കുറയ്ക്കുക, അതൊക്കെ ചെയ്യും. സെൻട്രൽ ബാങ്ക് ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ എക്കണോമിക് എൻവിയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ബോറോയിങ്ങിന്റെ ഡിമാൻഡ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ബോറോ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ലോൺ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, ലോൺ എടുക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. പിന്നെ ഒരുപാട് ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് ത്രൂ ഇന്റർനാഷണൽ ഫിഷേഴ്സ് എഫക്ട് ഒക്കെ ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് ത്രൂ ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട. ഇൻട്രസ്റ്റ് റേറ്റിന് എക്കണോമിക് ഫാക്ടേഴ്സ്, ഒരുപാട് എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ അടുത്ത ഒരു സെക്യൂരിറ്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടറാണ് ഇൻവെസ്റ്റർ എടുക്കുന്ന റിസ്ക്. ഇൻവെസ്റ്റർ ഹൈ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഹൈ റിട്ടേൺ ആഗ്രഹിക്കും. അപ്പോൾ ഹൈ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റും ഹൈ ആയിരിക്കും. റിസ്കിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് പറയാം, ഇഫ് ദ റിസ്ക് ഇസ് ഹൈ, ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി ഓൾസോ ഹൈ. ഓക്കെ, അതാണ് ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ, അതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അതും ഹൈ ആയിരിക്കും, റിസ്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ. അടുത്താണ് ഒരു ലോണിന്റെ ഡ്യൂറേഷൻ. ഇപ്പൊ ഒരു ലോൺ എടുക്കുവാണെങ്കിൽ ആ ലോണിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചിരിക്കും. ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ലോങ്ങർ ഡ്യൂറേഷൻ ആണ്. ലോങ് ടേമിലേക്ക് ഒരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. കാരണം ലോങ് ടേമിലേക്ക് ലോൺ എടുക്കുന്ന സമയത്ത് ആ ലോൺ കൊടുക്കുന്ന ആള് ലോങ്ങർ പീരീഡിലേക്ക് അവരുടെ പൈസ അവിടേക്ക് ലോക്ക് ആവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് ടേമിലേക്ക് ലോൺ എടുക്കുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു ലോങ് പീരീഡിലേക്ക് ഫണ്ട് ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് അവർ റിക്വയർ ചെയ്യും. ഷോർട്ട് ടേം ലോൺസിനോ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഇത് നോർമൽ കേസ് ആട്ടോ. ഇതിനൊക്കെ കുറിച്ചിട്ടാണ് നമുക്ക് ടേം സ്ട്രക്ചറിൽ ഈൽഡ് കർവിനൊക്കെ കുറിച്ച് പറയാനുള്ളത്. അതും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആവും. അപ്പൊ ലോങ് ടേം ലോങ്ങർ ലോൺസിന് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, റിസ്ക് കൂടിയതുകൊണ്ടാണ്. ഇനി അടുത്താണ് ബാങ്ക് എടുക്കുന്ന പ്രോഫിറ്റ്സ് എന്ന് പറയും. ഇപ്പൊ ഒരു ബാങ്കിൽ പോയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ബാങ്കിൽ പോയിട്ട് നമ്മൾ ലോൺ എടുക്കാം, ബോറോ ചെയ്യാം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. രണ്ടിനും അവർ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നായിരിക്കില്ല. ബാങ്ക് നോർമലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ലോൺ എടുത്തിട്ടുള്ള ആളുകൾ, ബോറോ ചെയ്ത ആൾക്കാർ, അവരെടുത്ത് വാങ്ങിക്കുന്ന ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? ആ ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ആണ് ബാങ്ക് എടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ബോറോവേഴ്സിന് കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും, ഡെപ്പോസിറ്റേഴ്സിന് കുറച്ചേ കൊടുക്കുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ സൈസ് ഓഫ് ദ ലോൺ. ഫോർ എക്സാമ്പിൾ, ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 6 monthsലേക്ക് നമ്മളൊരു ലോൺ എടുത്തു. ഒരു 6 monthsലേക്ക് നമ്മളൊരു ലോൺ എടുക്കുന്നു. രണ്ട് രീതിയിൽ ലോൺ എടുക്കുന്നു, രണ്ട് എമൗണ്ട് ആയിട്ട്. ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1 million ആണ് ലോൺ എടുക്കുന്നത്. പിന്നെ ഒന്ന് ഒരു 2.5 lakhs. 2.5 lakhs അല്ല, ഒരു 65,000 ലോൺ എടുക്കുന്നു. 6 മാസത്തേക്ക് വലിയ എമൗണ്ട് ലോൺ എടുക്കുവാണ്, അതേ 6 മാസത്തേക്ക് ചെറിയ എമൗണ്ട് ലോൺ എടുക്കുകയാണ്. അപ്പോൾ ഈ വലിയ എമൗണ്ട് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും. കാരണം വലിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 65,000 വെച്ചിട്ട് നമ്മൾ 1 million ലോൺ എടുക്കുകയാണ്. 65,000 വെച്ചിട്ട് നമ്മൾ 1 million, 65,000 എത്ര ലോൺ എടുക്കേണ്ടി വരും? 65,000 എന്ന് പറയുന്ന ചെറിയ എമൗണ്ടിന്റെ ഒരുപാട് ലോൺ എടുത്താൽ 1 million ആവും. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ 1 million ഒറ്റ തവണയായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ്ങർ ലോൺസിന് നമുക്ക് വരുന്ന ഒരു ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. ലാർജർ ലോൺസ്, ഇത് സൈസാണ് പറയുന്നത്.
സൈസ് കൂടുതലാണെങ്കിൽ റേറ്റ് കുറവായിരിക്കും എന്നുള്ളത് ജസ്റ്റ് പറയാം. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറവായതുകൊണ്ടാണ്. പിന്നെ അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരു ലോണിന്റെ മെച്യൂരിറ്റി, ടേം എന്ന് പറയുമ്പോൾ എന്താ? ടേം ലോങ് ടേം, ഷോർട്ട് ടേം. ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എടുത്തിട്ട് എത്ര ടേം കഴിയുന്നുണ്ട് ആ ലോൺ, അത് ഷോർട്ട് ടേം ഉണ്ടായിരിക്കും, കുറച്ച് ഇയേഴ്സിലേക്ക്, ഇയേഴ്സ് ടു മെച്യൂരിറ്റി എന്ന് പറയും. എന്താണ് ഇയേഴ്സ് ടു മെച്യൂരിറ്റി? ലോണിന്റെ മെച്യൂരിറ്റിയിലേക്കുള്ള ഇയേഴ്സ്. ആ ലോൺ എൻഡ് ആവുന്നതാണ് മെച്യൂരിറ്റി ഇയർ എന്ന് പറയുന്നത്. അതിലേക്ക് എത്ര ഇയേഴ്സ് എടുക്കുന്നുണ്ട്, ഇയേഴ്സ് ടു മെച്യൂരിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. ആ ഇയേഴ്സ് ടു മെച്യൂരിറ്റി കുറവ് ഇയേഴ്സ് ആണെങ്കിൽ അത് ഷോർട്ട് ടേം ലോൺ ആണ്. ഒരുപാട് ഇയേഴ്സ് ടു മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് ലോങ് ടേം ലോൺ. അപ്പോൾ ഷോർട്ട് ടേം ലോണിനും ലോങ് ടേം ലോണിനും ഇൻട്രസ്റ്റ് റേറ്റുകൾ ഒന്നായിരിക്കില്ല. അപ്പൊ ഒരു ലോണിന്റെ ടേം സ്ട്രക്ചർ അനുസരിച്ച് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്, ദ ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് yield കർവ്. അത് ആ ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിനെ നമ്മൾ പറയുന്ന പേരാണ് yield കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ടേം സ്ട്രക്ചർ? ഞാനിപ്പോ പറഞ്ഞു ടേം സ്ട്രക്ചറിൽ, ഈ ടേം സ്ട്രക്ചറിൽ നമ്മൾ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ yield ഇല്ലേ, yield എന്ന് പറയുന്ന റിട്ടേൺ. അത് ഒരു ഇൻവെസ്റ്റർ ഇത്ര വർഷത്തേക്ക് ലോൺ കൊടുക്കുന്നു, അപ്പൊ അയാൾ ആഗ്രഹിക്കുന്ന റിട്ടേണിനെയാണ് yield എന്ന് പറയുന്നത്. ആ yield തന്നെയാണ് നമ്മളിവിടെ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ മാറുന്നു, ആ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും? ബേസ്ഡ് ഓൺ ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു മെച്യൂർ. ആ ലോണിന്റെ മെച്യൂരിറ്റി ഇയർ വെച്ചിട്ട്. ഇത് ഷോർട്ട് ഇയർ ആണോ മെച്യൂരിറ്റിക്ക്, ലോങ് ഇയർ എടുക്കുന്നുണ്ടോ മെച്യൂരിറ്റിക്ക്, ആ മെച്യൂരിറ്റിക്ക് അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ മാറുന്നു എന്നതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു കർവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് കർവ് ഈസ് നോൺ ആസ് yield കർവ്. അപ്പൊ എന്താണ് yield കർവ്? yield കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ yield എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ നമ്മുടെ ഇയേഴ്സ് ടു മെച്യൂരിറ്റി, എത്രത്തോളം ഇയർ എടുക്കുന്നുണ്ട് മെച്യൂരിറ്റിയിലേക്ക്, ഈ രണ്ടെണ്ണം വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അതായത് രണ്ട് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നമ്മൾ കാണിക്കുന്നത്, രണ്ട് ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ കാണിക്കുന്നത് ഇയേഴ്സ് ടു മെച്യൂരിറ്റിയും, വൈ ആക്സിസിൽ നമ്മുടെ yield എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് രണ്ടും കാണിച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ആ ഗ്രാഫിനെയാണ് നമ്മൾ പറയുന്നത് yield കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇയേഴ്സ് ടു മെച്യൂരിറ്റി ഇവിടെയാണ് കിടക്കുന്നെങ്കിലോ അത് ഷോർട്ട് ടേം ആണ്, ഇവിടെയാണെങ്കിലോ അത് ലോങ് ടേം ആണ്. ഇയേഴ്സ് ടു മെച്യൂരിറ്റി കുറവാണെങ്കിൽ അതിന്റെ ടേം ഷോർട്ട് ടേം ആണെന്ന് പറയും. ഇയേഴ്സ് ടു മെച്യൂരിറ്റി കൂടുതലാണെങ്കിൽ അവിടെ ലോങ് ടേം ലോൺ എന്ന് പറയും, ലോങ് ടേം ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ലോൺസിനും ലോങ് ടേം ലോൺസിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഈ ഓരോ എക്കണോമിയിലും ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഈ ടേം സ്ട്രക്ചർ പല രീതിയിലായിരിക്കും. ഈ yield കർവിന്റെ ഷേപ്പ് പല രീതിയിലായിരിക്കും. അപ്പോൾ ഈ yield കർവിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ yield കർവിന്റെ ഷേപ്പ് അനുസരിച്ച് അവർക്ക് പല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. എന്ത് ഡിസിഷനാണ്? ഫൈനാൻസിങ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഫൈനാൻസിങ് മെത്തേഡ് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഫൈനാൻസിങ് മെത്തേഡ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു yield കർവിന്റെ ഷേപ്പ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമോ കുറയുമോ, ലോങ് ടേം എടുക്കുന്നതാണോ നല്ലത്, ഷോർട്ട് ടേം എടുക്കുന്നതാണോ നല്ലത് എന്ന ടൈപ്പ് ഓഫ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ yield കർവ് പറയുകയാണെങ്കിൽ yield കർവ് എങ്ങനെയായിരിക്കും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഉണ്ട്, എക്സ്പെക്ടേഷൻസ് തിയറി ഉണ്ട്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി അല്ലെങ്കിൽ പ്രിഫേർഡ് ഹാബിറ്റഡ് തിയറി ഉണ്ട്, പിന്നെ റിസ്കിനെ ബേസ് ചെയ്തിട്ടൊരു തിയറി ഉണ്ട്. നമുക്ക് ഈ 4 തിയറീസും പഠിക്കാം. ആദ്യത്തെ തിയറിയാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. ഇവിടെ ഒരു ലോണ്, ആ ലോൺ എടുക്കുന്ന ആളുണ്ട്, ആ ലോണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർ ഉണ്ട്, ആ ലോൺ കൊടുക്കുന്ന ആളെയാണ് ഇൻവെസ്റ്റർ എന്ന് പറയും. ആ ഇൻവെസ്റ്ററിന്റെ പ്രിഫറൻസ് എന്താണെന്ന് പറയും? ലിക്വിഡിറ്റി ആണ് അയാളുടെ പ്രിഫറൻസ്. ഓക്കെ, എനിക്ക് ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ ഇൻവെസ്റ്റർ നോക്കുക. ഒരു ലോൺ കൊടുക്കുമ്പോൾ ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ പ്രിഫറൻസ് നോക്കുക. എപ്പോഴാണ് ലിക്വിഡിറ്റി ഹൈ ആവുക? ലോങ് ടേമിലേക്ക് ലോൺ കൊടുക്കുമ്പോഴാണോ, ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുമ്പോഴാണോ ഹൈ ലിക്വിഡിറ്റി ഉണ്ടാവുക? ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുമ്പോഴാണ് ലിക്വിഡിറ്റി ഉണ്ടാവുക. ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ലോൺ കൊടുത്ത പൈസ പെട്ടെന്ന് എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പ്രകാരം ഷോർട്ട് ടേം ലോൺസിന് ലിക്വിഡിറ്റി ഉണ്ട്, ലോങ് ടേം ലോൺസിന് ലിക്വിഡിറ്റി ഇല്ല. ഇങ്ങനെയാ, ഷോർട്ട് ടേം ലോൺസ്
ലോങ് ടേം ലോൺസ്, ഇതിന് ഷോർട്ട് ടേം ലോൺസിന് ലിക്വിഡിറ്റി ഉണ്ട്, ഇതിന് ലിക്വിഡിറ്റി കുറവാണ്. ഓക്കെ, അപ്പൊ എവിടെയാണോ ലിക്വിഡിറ്റി, ഇവിടുത്തെ പ്രിഫറൻസ് എന്താ, ഇവിടെ ഇൻവെസ്റ്ററിന്റെ പ്രിഫറൻസ്, ഈ തിയറി പ്രകാരം ഇൻവെസ്റ്ററിന്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ് പ്രിഫറൻസ്. അപ്പൊ ലിക്വിഡിറ്റി നോക്കുമ്പോൾ ഏത് ടേം ലോൺ ആണ് അട്രാക്റ്റീവ്, ഏത് ടേം ലോൺ ആണ് അട്രാക്റ്റീവ്? ഷോർട്ട് ടേം ലോൺസ് ആണ് അട്രാക്റ്റീവ് അല്ലെ. ഷോർട്ട് ടേമിലേക്ക് കൊടുക്കുമ്പോൾ ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ലോങ് ടേമിലേക്ക് കൊടുക്കുമ്പോൾ അത്രയും പീരീഡിലേക്ക് പൈസ ലോക്കായി കിടക്കുകയാണ്, ലിക്വിഡിറ്റി കുറവാണ്. ഇപ്പൊ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പ്രകാരം ഇവനൊരു റിസ്കി, ഇവർക്ക് ഫേവറബിൾ സിറ്റുവേഷൻ ഏതാ നല്ലത്? ഇവിടെ ഷോർട്ട് ടേം ആണ് അവർക്ക് നല്ലത്. ഇവിടെ ഈ രണ്ടെണ്ണത്തിൽ ഇത് ഗുഡ് ആണ്. ഈ ഒരു പ്രിഫറൻസ്, ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് പ്രകാരം ഷോർട്ട് ടേം ലോൺസ് ഗുഡ് ആണ്, ലോങ് ടേം ലോൺസ് ബാഡ് ആണ്. ഒരിക്കലും ലോങ് ടേം ലോൺസ് കൊടുക്കില്ല എന്നൊന്നുമല്ല പറയും. അവന് ഇനി എത്ര റിട്ടേൺസ് റിക്വയർ ചെയ്യും, ഈ ലോൺസ്, ഈ ഷോർട്ട് ടേം ലോൺസിനും ലോങ് ടേം ലോൺസിനും എത്ര റിട്ടേൺ റിക്വയർ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഷോർട്ട് ടേം ലോൺസ് ആണ് ഗുഡ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താ, അവിടെ അവന് എടുക്കുന്ന റിസ്ക് കുറവാണ്. അവിടെ അവന്റെ പ്രിഫറൻസിനെ മാച്ച് ചെയ്യുന്നത് ഷോർട്ട് ടേം ലോൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ അവൻ കുറവ് റിട്ടേൺ ആഗ്രഹിക്കുള്ളൂ, ഇവിടെയോ അവന്റെ പ്രിഫറൻസിനെ മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അവിടെ കൂടുതൽ റിട്ടേൺ ആഗ്രഹിക്കും. ഈ റിട്ടേൺ ആണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? ഷോർട്ട് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ലോങ് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പ്രകാരം ഷോർട്ട് ടേം ലോൺസിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവും, ലോങ് ടേം ലോൺസിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലും. ഇതാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പറയുന്നത്. ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും, ലോങ് ടേമിലേക്ക് ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇനി നമ്മൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പ്രകാരം ഈ യിൽഡ് കർവ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിന് കുറവ് ഇൻട്രസ്റ്റ് റേറ്റും ലോങ് ടേമിന് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഈ ആക്സിസിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ, അത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ഗ്രാഫ് ആയിരിക്കും. അപ്പൊ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പ്രകാരം പറയുന്നത്, ആസ് പെർ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി യിൽഡ് കർവ് എങ്ങനെയായിരിക്കും? യിൽഡ് കർവ് സ്ലോപ്സ് അപ്വേർഡ്സ്. യിൽഡ് കർവ് അപ്വേർഡ് സ്ലോപ്പ് ചെയ്യുന്നത്. ഈ യിൽഡ് കർവിനെ പറയുന്ന പേരാണ് നോർമൽ യിൽഡ് കർവ് എന്നാണ് പറയുക. അപ്പൊ നോർമൽ യിൽഡ് കർവ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഷോർട്ട് ടേമിൽ നിന്നും ലോങ് ടേമിലേക്ക് പോകുന്നതിനനുസരിച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആഗ്രഹിക്കും. ഇനി ഒന്ന് വായിച്ചു നോക്കൂ. ഇൻവെസ്റ്റേഴ്സിന് മോർ റിട്ടേൺ വേണം എപ്പോ? ലോങ് ടേം ബോൺഡ്സിന് മണി ലോക്ക് ചെയ്യുമ്പോൾ, ലോങ് ടേമിലേക്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് മോർ റിട്ടേൺ വേണം. അപ്പൊ ലോങ് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ, ഷോർട്ട് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്. അപ്പൊ ഈ നോർമൽ യിൽഡ് കർവ്, ഞാൻ പറഞ്ഞു നോർമൽ യിൽഡ് കർവ്, അതെങ്ങനെയായിരിക്കും? അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പ്രകാരം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഷോർട്ട് ടേമിൽ നിന്നും ലോങ് ടേമിലേക്ക് പോകുമ്പോൾ യിൽഡ് കർവ് എങ്ങനെയായിരിക്കും? ലോവർ ടു ഹയറിലേക്ക് പോകുമായിരിക്കും, അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഏത് തിയറി? ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. അടുത്ത തിയറിയാണ് എക്സ്പെക്ടേഷൻസ് തിയറി. എക്സ്പെക്ടേഷൻസ് തിയറി പറയുന്നത്, ഇവിടെ പ്രിഫറൻസ് ഒക്കെ മാറി. ഇൻവെസ്റ്റർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ ഒരു എക്സ്പെക്ടേഷൻ ബേസ് ചെയ്തിട്ടുള്ള യിൽഡ് കർവ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇതാ ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ ഓൺ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള എക്കണോമിക് ഇൻട്രസ്റ്റ് റേറ്റിന്റെ മുകളിലുള്ള എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോ എക്സ്പെക്ടേഷൻ ഏതൊക്കെ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം? ഏതൊക്കെ രീതിയിൽ എക്സ്പെക്ടേഷൻ വരാം? ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെക്ടേഷൻ എന്താവാം? എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുന്നതാണ് എക്സ്പെക്ടേഷൻ എന്നുള്ള എക്സ്പെക്ടേഷൻ വരാം. അടുത്ത എക്സ്പെക്ടേഷൻ എന്തൊക്കെ വരാം? ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ഫോൾ എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ വരാം. ഈ രണ്ട് സിറ്റുവേഷനിൽ എന്താണെന്ന് നോക്കാം. ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ, ഞാൻ ആദ്യത്തെ കേസാണ് ഞാൻ എടുക്കുന്നത്. ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ ആണ്. ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്നാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുന്നതാണോ അവൻ പ്രിഫർ ചെയ്യുക,
ലോങ് ടേമിലേക്ക് ലോങ് കൊടുക്കുന്നതാണോ പ്രിഫർ ചെയ്യുക? ഫ്യൂച്ചറിൽ ഇനി ഇൻട്രസ്റ്റ് റേറ്റ്, എക്കണോമിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ പോവാണ്. അപ്പൊ ഷോർട്ട് ടേമിലേക്ക് ലോങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോൺ ഷോർട്ട് ടേമിലേക്ക് കൊടുത്ത് തിരിച്ചു വന്ന് അടുത്ത് വീണ്ടും ആ ഷോർട്ട് ടേമിലേക്ക് ഇങ്ങനെ ലോങ് കൊടുക്കുന്നതായിരിക്കും അവർക്ക് പ്രിഫർ ചെയ്യുക. ഏതാ പ്രിഫർ ചെയ്യുക? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതാണെന്നുണ്ടെങ്കിൽ ഏതാണ് പ്രിഫർ ചെയ്യുക? പ്രിഫർ ചെയ്യുന്നത് ഷോർട്ട് ടേം ലോൺ ആണ് പ്രിഫർ ചെയ്യുക. എന്തുകൊണ്ടാ? ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ പീരീഡിലേക്ക് ഫണ്ട് അവിടെ ലോക്ക് ആവുന്നുള്ളൂ. അത് വീണ്ടും കിട്ടി വീണ്ടും ഇങ്ങനെ ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുന്നതായിരിക്കും അവൻ പ്രിഫർ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓരോ തവണ ലോൺ കൊടുക്കുമ്പോഴും മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുള്ള എക്സ്പെക്ടേഷൻ. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഇങ്ങനെ കിട്ടും, കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും ആ രീതിയിൽ. നോട്ട് പ്രിഫർ ചെയ്യുന്ന ഏതാ? നോട്ട് പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ലോങ് ടേം ലോണ് നോട്ട് പ്രിഫർ ആണ്. അപ്പൊ അവന് ഹാപ്പി ആവുന്നത് ഏതാ? അവിടെ ഗുഡ് ഏതാണ്, ബാഡ് ഏതാണ്? ഷോർട്ട് ടേം ലോൺസ് ഗുഡ് ആണ്, ലോങ് ടേം ലോൺസ് ബാഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിക്കുന്ന റിട്ടേൺ, അപ്പൊ ഷോർട്ട് ടേമിലേക്ക് ഇനി ലോൺ കൊടുക്കുമ്പോൾ അവൻ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ആഗ്രഹിക്കില്ല. കാരണം അവൻ ഷോർട്ട് ടേമിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എന്താണ്? എന്ത് എക്സ്പെക്ടേഷൻ വെച്ചിട്ടാ ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുന്നത്? അവൻ എന്ത് എക്സ്പെക്ടേഷൻ വെച്ചിട്ടാ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു പറയുന്ന എക്സ്പെക്ടേഷൻ വെച്ചിട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുമ്പോൾ അവനക്ക് ഈ ഒരു തിയറി പ്രകാരം അതാണ് അവനക്ക് ഫേവറബിൾ. അപ്പൊ അതുകൊണ്ട് അവൻ കുറഞ്ഞ റിട്ടേണേ ആഗ്രഹിക്കുള്ളൂ. ലോങ് ടേമിലേക്ക് ലോൺ കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന ഒരു എക്കണോമി, ഒരു എക്സ്പെക്ടേഷനിൽ ലോങ് ടേമിലേക്ക് ലോൺ കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. കാരണം ലോങ് പീരീഡിലേക്ക് അവന്റെ ഫണ്ട് അവിടെ ലോക്കായി കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അവിടെ അങ്ങനെ ലോങ് ടേമിലേക്ക് ഇനി ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിട്ടേൺ ആഗ്രഹിക്കും. അപ്പൊ എന്തായിരിക്കും? എവിടെയാണോ റിട്ടേൺ കുറവുള്ളത് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എക്സ്പെക്ടേഷൻ തിയറിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമെന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ ആണെങ്കിൽ ഷോർട്ട് ടേം ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവും ലോങ് ടേം ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലും. നമ്മുടെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പറഞ്ഞില്ലേ? ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പറഞ്ഞ അതേ ഒരു ഈൽഡ് കർവ് ആയിരിക്കും ഇവിടെയും വരിക. ഇവിടുത്തെ ഈൽഡ് കർവ് എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ഈൽഡ് കർവ് വരുന്നത് ഷോർട്ട് ടേമിന് കുറവ്, ലോങ് ടേമിന് കൂടുതൽ. ഷോർട്ട് ടേമിന് കുറവ്, ലോങ് ടേമിന് കൂടുതൽ. അതായത് ഇവിടെയും ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് കാണും. ഓക്കെ, അപ്വേർഡ് സ്ലോപ്പിംഗ് ഗ്രാഫാണ്. അപ്വേർഡ് സ്ലോപ്പിംഗ് ഈൽഡ് കർവ് ആയിരിക്കും. ഏത് കേസില്? രണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ ആണ് പറയുന്നത്. ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെക്ടഡ് ടു റൈസ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുള്ള എക്സ്പെക്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷോർട്ട് ടേം ആണ് പ്രിഫർ ചെയ്യുന്നത്, ലോങ് ടേം അല്ല പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഷോർട്ട് ടേമിന് കുറവ് ഇൻട്രസ്റ്റ്, ലോങ് ടേമിന് കൂടുതൽ ഇൻട്രസ്റ്റ്, അങ്ങനെ പഠിച്ചാൽ മതി. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉള്ള എക്കണോമി ആണെങ്കിൽ എന്താ? ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇനി കുറയാൻ പോവാണ്. ഇനി കുറയാൻ പോവാണ്. അപ്പൊ അവര് പ്രിഫർ ചെയ്യുന്ന ഏതായിരിക്കും? ഷോർട്ട് ടേം അവർ പ്രിഫർ ചെയ്യൂല. അവര് പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? നോട്ട് പ്രിഫർ ചെയ്യുന്ന ഏതാണ്? പ്രിഫർ ചെയ്യാത്തത് ഏതാണ്? ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഒരു എക്സ്പെക്ടേഷൻ. അപ്പൊ ഷോർട്ട് ടേമിലേക്ക് അവർ ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുന്നു, വീണ്ടും ഇങ്ങനെ ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ കുറവ് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് കുറയില്ല, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ അവര് പ്രിഫർ ചെയ്യുന്ന ഏതാണ്? ലോങ് ടേം ആണ് അവര് പ്രിഫർ ചെയ്യാത്തത് ഷോർട്ട് ടേം ആണ് അവർ പ്രിഫർ ചെയ്യാത്തത്. അപ്പൊ അവർക്ക് ഗുഡ് ഏതാണ്? ലോങ് ടേം ആണ് അവർക്ക് ഗുഡ്, ഷോർട്ട് ടേമിലേക്ക് കൊടുക്കുന്നത് അവർക്ക് ബാഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എവിടെയായിരിക്കും കൂടുതൽ റിട്ടേൺ ആഗ്രഹിക്കുക? എവിടെയാണോ ബാഡ് അവിടെ കൂടുതൽ റിട്ടേൺ ആഗ്രഹിക്കും. അപ്പൊ ഷോർട്ട് ടേമിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നുള്ള എക്സ്പെക്ടേഷൻ ആണെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് കൊടുക്കുമ്പോൾ അവർ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യും. ഇത് ഹൈ റിട്ടേൺ അവർ എക്സ്പെക്ട് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഇനി ലോങ് ടേമിലേക്ക് കൊടുക്കുമ്പോഴോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു എന്ന് പറയുന്ന എക്സ്പെക്ടേഷനിൽ ലോങ് ടേമിലേക്ക് കൊടുക്കാനാണ് അവർ പ്രിഫർ ചെയ്യുക. കാരണം ലോങ് ടേമിലേക്ക് ആ ഒരു ഇപ്പൊ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. കാരണം ഇനി ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ കുറയാൻ പോവാണ്. അപ്പൊ ലോങ് ടേമിലേക്ക് കൊടുക്കുന്നത് അവർക്ക് ഗുഡ് സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അവൻ അവിടെ കുറവ് റിട്ടേൺ ആഗ്രഹിക്കുള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ എക്സ്പെക്ടേഷൻ എന്താണ്? ഇൻവെസ്റ്ററിന്റെ എക്സ്പെക്ടേഷൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ ആണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് ലോങ് ടേം ആണ്. ലോങ് ടേമിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. കാരണം അവരുടെ പ്രിഫറൻസ് മാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറവ് റിട്ടേൺ മതി, ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ഷോർട്ട് ടേം അവർക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഷോർട്ട് ടേമിൽ അവൻ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കേസിൽ ഈ ഒരു എക്സ്പെക്ടേഷൻ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷൻ ആണെങ്കിൽ അവിടുത്തെ ഈൽഡ് കർവ് എങ്ങനെയായിരിക്കും അറിയാം? വെച്ചാൽ
ഷോർട്ട് ടേമിലേക്ക് കൊടുക്കുമ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് പറയും അല്ലെ, ഷോർട്ട് ടേമിന് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും, ലോങ് ടേമിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ഈൽഡ് കർവ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ ഈൽഡ് കർവ് എന്ന് പറയുന്നത്, എക്കണോമിക് ഈൽഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഓർ ഈ ഗ്രാഫിനെ, ഈ ഈൽഡ് കർവിനെ നമ്മൾ ഇൻവേർട്ടഡ് ഈൽഡ് കർവ് എന്ന് പറയും. ഇൻവേർട്ടഡ് ഈൽഡ് കർവ് എന്ന് പറയും. ഇൻവേർട്ടഡ് ഈൽഡ് കർവ്. അപ്പൊ ഒരു എക്കണോമിയിലെ ഈൽഡ് കർവ് ഇൻവേർട്ടഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇൻവേർട്ടഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻട്രസ്റ്റ് റേറ്റിന് കുറയാൻ പോവാണ്, ഇൻട്രസ്റ്റ് റേറ്റിന് കുറയാൻ പോവാണ് എന്നാണ് അവിടുത്തെ ഇൻവേർട്ടഡ് ഈൽഡ് കർവ് ആണെങ്കിൽ പറയാം. അപ്പൊ എക്സ്പെക്ടേഷൻ തിയറിനെ കുറിച്ച് പറയുന്നതാണ് ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമെന്ന എക്സ്പെക്ടേഷൻ ആണെങ്കിൽ ഈൽഡ് കർവ് എങ്ങനെയായിരിക്കും? അപ്വേർഡ് കർവ് ആയിരിക്കും, സ്റ്റീപ്പ് അപ്വേർഡ് കർവ് ആയിരിക്കും, നോർമൽ ഈൽഡ് കർവ് ആയിരിക്കും. നോർമൽ ഈൽഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്വേർഡ് സ്ലോപ്പിംഗ് ഈൽഡ് കർവ്, നോർമൽ ഈൽഡ് കർവ് ആയിരിക്കും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫോൾ ചെയ്യാന്നാണെങ്കിൽ അവിടെ ഇൻവേർട്ടഡ് അല്ലെങ്കിൽ ഫോളിംഗ് കർവ് ആയിരിക്കും. ഇൻവേർട്ടഡ് ഈൽഡ് കർവ് ആണ്, ഇൻവേർട്ടഡ് ഈൽഡ് കർവ് ആയിരിക്കും. നോർമൽ ഈൽഡ് കർവ് ഉണ്ട്, ഇൻവേർട്ടഡ് ഈൽഡ് കർവ് ഉണ്ട്. അവിടെ അത് രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ എക്സ്പെക്ടേഷൻ തിയറിയിലുള്ള ഇൻവേർട്ടഡ് ഈൽഡ് കർവ് ആണ് ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചത്. ഷോർട്ട് ടേമിന് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്, ലോങ് ടേമിന് കുറവ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് ആ പെർസെന്റേജ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ നമുക്കിനി റിസ്കിനെ കുറിച്ച് പറയാം. രണ്ട് സെക്യൂരിറ്റീസ് എടുക്കാം. രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ടുകൾ ഉണ്ടല്ലോ, ഇഷ്യൂ ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ട് ഉണ്ട്. ആദ്യം നമുക്ക് ഗവൺമെന്റ് ബോണ്ട് പറയാം. ഗവൺമെന്റ് ബോണ്ട് ഉണ്ട്, കോർപ്പറേറ്റ് ബോണ്ട് ഉണ്ട്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഉണ്ട്, കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന കോർപ്പറേറ്റ് ഡെപ്റ്റ് ഉണ്ട്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഉണ്ട്, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന കോർപ്പറേറ്റ് ഡെപ്റ്റ് ഉണ്ട്. ഏതിനാ റിസ്ക് കൂടുതൽ? കോർപ്പറേറ്റ് ഡെപ്റ്റിന് റിസ്ക് കൂടുതലാണ്, ഗവൺമെന്റ് ഡെപ്റ്റിന് റിസ്ക് കുറവാണ്. അപ്പൊ എവിടെയാണോ റിസ്ക് കുറവ് അവിടെ എന്തായിരിക്കും? കുറവ് റിട്ടേണേ ഉണ്ടായിരിക്കും. കുറവ് റിട്ടേൺ അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ റിസ്ക് കൂടുതലാണെങ്കിൽ റിട്ടേൺ കൂടുതലായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റും കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ പറയുന്നതാണ് റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഈൽഡ് കർവ് എങ്ങനെയായിരിക്കും വെച്ചാൽ, കോർപ്പറേറ്റ് ബോണ്ട്സ് ഇല്ലേ, ഈ റെഡ് ലൈൻ എന്താണ്? കോർപ്പറേറ്റ് ബോണ്ട്സ് ആണ്. റെഡ് ലൈന് കോർപ്പറേറ്റ് ബോണ്ട്സ് ആണ്. ഇതിനെന്തായിരിക്കും? ഇത് എവിടെ കിടക്കുന്നത്? ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻസ് എന്താണ്? ഗവൺമെന്റ് ഡെപ്റ്റ് ആണ്. ഗവൺമെന്റ് ഡെപ്റ്റിന്റെ ഈൽഡ് ഒക്കെ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറവില്ല. ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറവില കിടക്കുന്നത്. അതേ സമയത്ത് കോർപ്പറേറ്റ് ബോണ്ടിന്റെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഹയർ ആയി കിടക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ബോണ്ട്സിന്റെ ഒക്കെ ഈൽഡ് കർവ് എപ്പോഴും എന്തിന്റെ മുകളിലായിരിക്കും? ഗവൺമെന്റ് ഡെപ്റ്റിന്റെ ഈൽഡ് കർവിന്റെ മുകളിലായിരിക്കും. ഇതൊരു നോർമൽ ഈൽഡ് കർവാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ നോർമൽ ഈൽഡ് കർവ് എടുത്താൽ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഈൽഡ് കർവിന്റെ മുകളിലായിരിക്കും കോർപ്പറേറ്റ് ബോണ്ടിന്റെ ഈൽഡ് കർവ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണിത്? റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് പറയാം. അടുത്തതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി അല്ലെങ്കിൽ പ്രിഫേർഡ് ഹാബിറ്റഡ് തിയറി. ഇതെന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഏത് ബോണ്ടാണെങ്കിലും ലോൺ ആണെങ്കിലും ആ ലോൺ എടുക്കുന്ന ആളുണ്ട്, ആ ലോൺ കൊടുക്കുന്ന ആളെയാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്ററിനെ നമ്മൾ സെഗ്മെന്റ് ചെയ്യണം. അപ്പോൾ ആ ഇൻവെസ്റ്ററിനെ നമ്മൾ ഡിഫറെന്റ് സെഗ്മെന്റ് ആക്കുകയാണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരേ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അല്ല. ലൈക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റർ ഉണ്ട്, പെൻഷൻ ഫണ്ട്സ് ഉണ്ട്. ഇത് രണ്ടുപേരും ഡിഫറെന്റ് ഇൻവെസ്റ്റേഴ്സ് ആണ്. രണ്ടുപേരും എന്താണ്? ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഈ ഇൻവെസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിന്റെ പ്രിഫറൻസ് ഒന്നായിരിക്കില്ല. ഇപ്പൊ ബാങ്ക് ലോൺ കൊടുക്കുന്നതിന്റെ പ്രിഫറൻസ് ആയിരിക്കില്ല പെൻഷൻ ഫണ്ട്സ് ബോണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രിഫറൻസ്. ആ ഇൻവെസ്റ്റേഴ്സിന്റെ പ്രിഫറൻസ് മാറുന്നതിനനുസരിച്ച് ഈ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഈ പെൻഷൻ ഫണ്ട്സ് ഒക്കെ എങ്ങനെയാണ്? ഒരുപാട് ലോങ് ടേം ആണ് അവരുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇപ്പൊ ഇങ്ങനെ ആ ഇൻഷുറൻസ് പെൻഷന്റെ കോൺട്രിബ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ലോങ് ടേമിലേക്കാണ് ഇനി അവർക്ക് ഔട്ട്ഫ്ലോസ് വരുന്നത്. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ് അവരുടെ ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ ഫണ്ട്സ് ഒക്കെ ലോങ് ടേം ആയിരിക്കും പ്രിഫർ ചെയ്യുക. പെൻഷൻ ഫണ്ട്സ് ഒക്കെ ലോങ് ടേം ആയിരിക്കും പ്രിഫർ ചെയ്യുക. ബാങ്ക് അങ്ങനെ വലിയ ലോങ് ടേം, ഒരു 10 വർഷം 15 വർഷം അങ്ങനെ ഒന്നും പ്രിഫർ ചെയ്യില്ല. അവരെപ്പോഴും ബാങ്ക് ഒക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുക. ബാങ്ക് ഒരിക്കലും എന്ത് കൊടുക്കൂലെന്നല്ല, ലോങ് ടേം കൊടുക്കൂലെന്നല്ല, ബാങ്ക് പ്രിഫർ ചെയ്യുന്ന ഏതാണ്? ഷോർട്ട് ടേം ആണ്.
അപ്പൊ നമ്മൾ ഈൽഡ് കർവ് വരയ്ക്കുമ്പോൾ ഇവിടെ ലോങ് ടേമിന് ഷോർട്ട് ടേമിന് കുറവ് ലോങ് ടേമിന് കൂടുതൽ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് ലോങ് ടേം പ്രിഫർ ചെയ്യുന്നത്. ലോങ് ടേം എന്ന് പറയുന്ന ഭാഗമല്ലേ, ഫോർ എക്സാമ്പിൾ ഇതാണ് എന്നുണ്ടെങ്കിൽ ഏതാണ് ലോങ് ടേം ഭാഗം? ഇതാണ് ലോങ് ടേമിന്റെ ഭാഗം. ഈ ലോങ് ടേമിന്റെ ഭാഗത്ത് ഒരു ഈൽഡ് കർവ് കാണാൻ പറ്റും. ഈ ഈൽഡ് കർവ് ആരുടെ ഈൽഡ് കർവാണ്? ഇങ്ങനെയുള്ള പെൻഷൻ ഫണ്ട്സിന്റെ ഈൽഡ് കർവാണ്. ഇത് എന്തുകൊണ്ട് ഇവിടെ വന്നൊന്നും നോക്കണം, ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ ഒരു ഗ്രാഫ് വരച്ചാണ്. ഇങ്ങനെ സെഗ്മെന്റ് ചെയ്തിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും. ഒറ്റ ഈൽഡ് കർവ് ആയിരിക്കില്ല, ഇങ്ങനെ ബ്രേക്ക് ഔട്ട്സ് ഉള്ള ഈൽഡ് കർവ് ആയിരിക്കും. പെൻഷൻ ഫണ്ട്സിന്റെ ഒക്കെ ഈൽഡ് കർവ് ഇതായിരിക്കും, ലോങ് ടേം ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുക. ഷോർട്ട് ടേം പ്രിഫർ ചെയ്യുന്ന ബാങ്ക് അവരുടെ ഈൽഡ് കർവ് ഇതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ ഓരോ ഗ്രൂപ്പ് ഇല്ലേ, ആ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങനെ സെഗ്മെന്റ് ചെയ്തിട്ട് ഓരോ സെഗ്മെന്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന്റെയും ഈൽഡ് കർവ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഈ തിയറിയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ അത് പറയുന്നത് ജസ്റ്റ് ഇത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി പ്രകാരം ഇപ്പൊ ഒരു ഈൽഡ് കർവ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ആ ഈൽഡ് കർവ് ഒറ്റ ലൈൻ അല്ലാതെ ഇങ്ങനെ സെഗ്മെന്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ ഏത് തിയറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും ഈ ഈൽഡ് കർവിൽ എന്തുണ്ടായിരിക്കും? മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി പ്രകാരം ഈൽഡ് കർവ് വരയ്ക്കുമ്പോൾ ഈൽഡ് കർവിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, ജമ്പ് ഉണ്ടാകും. നിങ്ങൾ കണ്ടില്ലേ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി പ്രകാരം ഈൽഡ് കർവ് വരയ്ക്കുമ്പോൾ ഈൽഡ് കർവ് ഇവിടെ ഒരു ഈൽഡ് കർവ് ഉണ്ട്, ആ ഈൽഡ് കർവ് ഇങ്ങോട്ട് പോയി, പിന്നെ അത് ഇങ്ങോട്ട് വന്നു. അതായത് ഒറ്റ ഈൽഡ് കർവ്, കണക്റ്റഡ് ഈൽഡ് കർവ് അല്ല, അങ്ങനെ ജമ്പ് ചെയ്തിട്ട് ഡിസ്റ്റർബൻസ് ഉള്ള അങ്ങനത്തെ ഈൽഡ് കർവ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി പ്രകാരമുള്ള ഈൽഡ് കർവ് പറയുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്ന ഒന്നുമില്ല, ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈൽഡ് കർവിനെ കുറിച്ച് പറഞ്ഞു. ഈൽഡ് കർവ് ഒന്നുമില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ടേം സ്ട്രക്ചർ ആണ്. നമ്മുടെ ലോണിന് മെച്യൂരിറ്റി എത്ര ഇയേഴ്സ് ടു മെച്യൂരിറ്റി ഉണ്ട്, അതും അതിന്റെ ഈൽഡും റിട്ടേണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് തിയററ്റിക്കലി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ബുക്സിൽ കാണാൻ പറ്റും. ഓക്കെ.